നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഉൾപ്പെടെ ഏറ്റവും പുതിയ സിനിമകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് പ്രേമലു എന്ന സിനിമയുടെ ഇന്നത്തെ ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് കളക്ഷനാണ്. ഇന്നലെ ഇതേ സമയം 40 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 37 ലക്ഷത്തിൽ പരമാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ്. ചിത്രത്തിന്റെ ചൊവ്വാഴ്ച കളക്ഷൻ പോലെ തന്നെ ഇന്നും കേരളത്തിൽ സിനിമയ്ക്ക് 1 കോടിയിൽ താഴെയായിരിക്കും കളക്ഷൻ. 70 ലക്ഷം 90 ലക്ഷം റേഞ്ചിലാണ് സിനിമയുടെ ഇന്നത്തെ കേരള ഗ്രോസ് നാം പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടെ 48 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ കിടക്കുന്ന സിനിമ 88 കോടി 90 കോടി റേഞ്ചിലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും എത്തുന്നതാണ്. വമ്പൻ വിജയം നേടിയെടുത്ത സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരെയുള്ള റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. മഞ്ഞുമൽ ബോയ്സിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം മോളിവുഡിൽ നിന്നും നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമയാണല്ലോ ദിലീപിന്റെ തങ്കമണി. ദിലീപ് നായകനെ എത്തുന്ന 2 വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ എത്തുന്ന സിനിമ നാളെ മാർച്ച് 7-ാം തീയതി വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മുൻ സിനിമകളായ വോയിസ് ഓഫ് സത്യനാഥൻ, ബാന്ദ്ര പോലെ തന്നെ ഓടി നടന്ന ദിലീപ് പ്രൊമോഷൻ എല്ലാം തന്നെ സിനിമയ്ക്ക് വേണ്ടി നടത്തുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ പ്രേക്ഷകരിലേക്കും തങ്കമണി എന്ന സിനിമ കാണാനുള്ള ആവേശം എത്തിയോ എന്ന് സംശയിക്കുന്നു. എന്തായാലും സിനിമയുടെ ബുക്കിംഗ് ഇന്ന് രാവിലെ എല്ലാം തന്നെ ആരംഭിക്കപ്പെട്ടിരുന്നു. സാധാരണ കൂടുതൽ പ്രേക്ഷകർ സിനിമ കാണാനായിട്ട് വരുന്ന തിയേറ്ററുകൾ ഒഴികെ വലിയ ബുക്കിംഗ് ഒന്നും തന്നെ നിലവിൽ സിനിമയുടെ പേരിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രീ സെയിൽ കളക്ഷൻ കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. ടീസർ, ട്രെയിലർ, പോസ്റ്റേഴ്സ് എല്ലാം തന്നെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തൊക്കെയോ വലിയ സംഭവങ്ങളെല്ലാം തന്നെ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ മികച്ച ഔട്ട്പുട്ടോടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയോ എന്ന് സംശയിക്കുന്നു. എന്തായാലും സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ അത് തികച്ചും ഒരു സർപ്രൈസ് ആയിരിക്കും. മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കട്ടെ എന്നാണ് നമ്മുടെയും ആശംസ. നാളെ ഉച്ചയോടെ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ അറിയാം. കാത്തിരിക്കൂ അഭിപ്രായങ്ങൾ കേട്ട്. തങ്കമണി എന്ന സിനിമയുടെ തിയേറ്റർ റിലീസോടെ പുതിയ മലയാളം സിനിമകൾക്ക് പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സിന് സ്ക്രീൻ കൗണ്ട് എല്ലാം തന്നെ കുറയുമോ എന്നൊരു ചോദ്യം ഇതിനോടൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സിനാണെങ്കിലും പ്രേമലു എന്ന സിനിമയ്ക്കാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ച് സ്ക്രീൻ കൗണ്ട് ഇടിയും. എന്നാൽ അത് വലിയ രീതിയിൽ ഇടിയില്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ആദ്യ ദിവസം 100-ലധികം സ്ക്രീനുകളിൽ റിലീസ് ചെയ്ത സിനിമയാണ് പ്രേമലു. ഇപ്പോഴും ഒരു മാസം പിന്നിടാനായിട്ട് ഒരുങ്ങുമ്പോഴും 100-ലധികം സ്ക്രീനുകൾ സിനിമയ്ക്ക് ഇപ്പോഴും ഉണ്ട്. 150-200ഓളം സ്ക്രീനുകൾ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ഫെബ്രുവരിയിലെ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത സിനിമകൾക്കിടയിൽ പെട്ടുപോയ ചിത്രമാണല്ലോ ഭ്രമയുഗം. മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം എന്ന സിനിമയുടെ കൂടുതൽ സ്ക്രീനുകളായിരിക്കും തങ്കമണിയിലേക്ക് പോകുക. ഏകദേശം 50ഓളം സ്ക്രീനുകളിൽ ഇനിയും മമ്മൂട്ടി ചിത്രം ഈ ആഴ്ച തുടരുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. അതേസമയം തങ്കമണി എന്ന ദിലീപ് സിനിമയ്ക്ക് 150-ൽ പരം സ്ക്രീനുകളാണ് ആദ്യ ദിവസം ലഭ്യമാകുക. സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ അനുസരിച്ചിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിലെ സിനിമയുടെ സ്ക്രീൻ കൗണ്ട് ഉയർച്ചയും താഴ്ചയും. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദിലീപിന്റെ രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സ്ക്രീൻ കൗണ്ട് ലിസ്റ്റ് എല്ലാം തന്നെ ദിലീപ് പുറത്തുവിട്ടിട്ടുണ്ട്. കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ടാം.